നാട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം ബഹ്റൈനിൽ ജോലിയോടനുബന്ധിച്ച് ബഹ്റൈൻ ക്ലാസ്സിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. എന്നെയും ബഹ്റൈനിലേക്ക് നല്ലതാണ് കൊണ്ടുപോകാൻ ഇടയായിത്തീർന്നത്. അതിന് പ്രോത്സാഹനവും ഉത്തേജകവുമായി ജെസിയാൻറ്റി നിൽക്കുവാൻ ഇടയായിത്തീർന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എന്നെ ഗൾഫിലേക്ക് കൊണ്ടുവന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. എൻ്റെ പിതാവ് മരിച്ചു. ഞാൻ നാട്ടിൽ തന്നെ ജോലിയും ബിസിനസ്സും ഒക്കെ ചെയ്യുകയായിരുന്നു. ആൻറ്റിയും ഞങ്ങളുമൊക്കെ ഗൾഫിൽ പോയാൽ കുടുംബത്തിന് വിഗ്രഹമായി തീരും എന്നറിഞ്ഞ് ഞാൻ തന്നെ അറിയാതെ എനിക്ക് ടിക്കറ്റ്, വിസ, ബഹ്റൈനിൽ ഇറങ്ങുമ്പോൾ അവിടെ കൊടുക്കാനുള്ള 5 ദിനാർ സഹിതം എൻ്റെ ഒരു സ്നേഹിതൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടപ്പോൾ ഞാൻ പോയി വാങ്ങി നിന്നതുപോലെ ഓർക്കുകയാണ്. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ ഇതിനുള്ള ഒരു പൈസയും ചെലവാക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ ഇരിക്കുന്ന സാഹചര്യം. എൻ്റെ പിതാവ് മരിച്ച വലിയ വർഷങ്ങളായിട്ടില്ല. ആ സാഹചര്യത്തിലാണ്. ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും നിർവഹിച്ച് ബഹ്റൈനിൽ കൊണ്ടുപോകാൻ ഇടയായിത്തീർന്നു. അതിനെല്ലാം ഉത്തേജകമായി പ്രോത്സാഹനമായിട്ട് നാട്ടിൽ ആണ് ഗൾഫിലുമായിരുന്നില്ല കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ ഇടയായിത്തീർന്നത്. വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്ത ആൻറ്റി ഓർത്ത് ഒത്തിരി ഓർമ്മകൾ ബാക്കി വെച്ചിട്ടാണ് ഇതിലേക്ക് പോകാൻ ഇടയായിത്തീർന്നത്. ബഹ്റൈനിലും ആൻറ്റിയും കെൻസി അന്ന് കുഞ്ഞായിരിക്കുമ്പോൾ വരുവാനും അവിടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിരിക്കാനും കർത്താവ് സഹായിച്ചു. ഒരുമിച്ച് ഞങ്ങൾ ബീച്ചിലൊക്കെ പോയ കാര്യം ഇപ്പോഴും ഓർക്കുകയാണ്. കെൻസി ആൻറ്റി അന്ന് കടലിലൊക്കെ ഇറങ്ങിയിരിക്കുന്ന കാര്യം ഇപ്പോഴും എൻ്റെ കണ്ണിന് മുമ്പിലൂടെ പോവുകയാണ്. ഇവിടെ കടലിൽ വലിയ തിരയില്ല, നമ്മുടെ ഇവിടുത്തെ പോലെ ഉൾക്കടലാണ്, വളരെ ശാന്തമായ സമുദ്രമാണ്. കെൻസി ആരും അത്രയും പോലെയുള്ള നമുക്ക് അതിനകത്ത് കടലിൽ ബീച്ചൊക്കെ എനിക്കിപ്പോഴും ഓർക്കുന്നു. ഞാനും കൂടെ പോയി അതൊക്കെ ഒത്തിരി ഞങ്ങളെ സന്തോഷിപ്പിച്ച അവസരങ്ങളാണ്. ഗൾഫിൽ അങ്ങനെ ലഭിക്കാറില്ല. കുടുംബമായിട്ട് അങ്ങനെ സന്തോഷിക്കാനൊക്കെ ഇടയാക്കി. അപ്പോൾ നമുക്ക് ദുഃഖമുണ്ട്. എല്ലാവരും മാറ്റപ്പെടും. ജനിച്ചാൽ മരിച്ചേ പറ്റത്തുള്ളൂ. മരണം നിശ്ചയമാണ്, സമയം നിശ്ചയമില്ല. ഇന്ന് നമ്മൾ ജെസിയാൻറ്റിയുടെ ഭൗതിക ശരീരത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നാളത്തെ ശവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും, നാളത്തെ ഡെഡ് ബോഡികളാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള ബോധ്യത്തോടെ ഇതൊരു അനുഭവപാഠമായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തെസ്സലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടു കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും മുമ്പേ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം ഓരോരുത്തരും രൂപാന്തരപ്പെട്ട് അവനോട് ചേരുകയും ചെയ്യും. അപ്പോൾ 2 കാറ്റഗറിയിലുള്ള ജനമാണ് ഇവിടെ ആയിരിക്കുന്നത്. ക്രിസ്തു വരും നിശ്ചയമാണ്. എല്ലാവരുടെയും പ്രത്യാശയാണ് കർത്താവ് 2 വരുമെന്ന്. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. എന്താണ് ക്രിസ്തുവിൽ മരിക്കുക എന്ന് വെച്ചാൽ, ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ചാൽ മാത്രമേ ക്രിസ്തുവിൽ മരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർക്ക് മാത്രമേ ആ കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ ഉയർത്തെഴുന്നേൽക്കാൻ പറ്റും. പിന്നീട് ജീവനോടെ അന്ന് നമ്മളുണ്ടെങ്കിൽ ആ സമയത്ത് രൂപാന്തരപ്പെട്ട് കർത്താവിനോടൊപ്പം ചേരുവാനായി ഈ പ്രത്യാശ നമ്മളെ ഒത്തിരി ദൈവത്തോട് അടുപ്പിക്കുകയും ഭക്തിയോടെ വിശുദ്ധിയോടെ ജീവിക്കാനുള്ള പ്രേരക ശക്തിയായി തീരുകയും ചെയ്യുന്നു. അല്ലാണ്ട് നമ്മളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളിൽ നടക്കേണ്ടതിനെ ചുരുക്കി നിങ്ങളുടെ കണ്ടോളൻസ് മാത്രം പറഞ്ഞുകൊണ്ട് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അളിയൻ പെങ്ങൾ, അതായത് ഈ ജെസിയാൻറ്റിയുടെ ഏറ്റവും മൂത്ത അനന്തരവത്തി കുടുംബവും ഇപ്പോൾ എന്നെ വിളിച്ച് വരാൻ പറ്റിയിട്ടില്ല. അവരുടെ
കണ്ടോളൻസ് അറിയിക്കാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബം, തിങ്ങോളത്തൊക്കെ കുടുംബം, അതായത് കുഞ്ഞുങ്ങളുടെ മൂത്ത പെങ്ങൾ എൻ്റെ അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ട്, ഏറ്റവും ദുഃഖത്തിലായിരിക്കുന്നു. ഈ മാതാവിൻ്റെ പേരിലുള്ള അനുശോചനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ ജെസിയാൻ്റെ കുടുംബമായ പുത്തൻവീട്ടിൽ ഇന്ന് ഞങ്ങൾ 6 പേര് പരിപാടി അയച്ചിരുന്നു. അതോടൊപ്പം തന്നെ നാട്ടിൽ അനേകരായിരിക്കുന്ന എല്ലാവർക്കും വരാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ അങ്കിളുമാർ അവിടെയുണ്ട്. അവിടെ എല്ലാം കുടുംബങ്ങളുടെ പേരിലുള്ള അനുശോചനം അറിയിക്കുന്നു. എൻ്റെയും വ്യക്തിപരമായ അനുശോചനം അറിയിക്കുന്നു. നമുക്ക് ഒരു പാട്ട് കൂടി പാടാം. നമ്മുടെ പാഠ്യപുസ്തകത്തിലെ 80ാമത്തെ പാട്ട്, സോങ് നമ്പർ 80, പിളർന്നൊരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ എന്ന് ആരംഭിക്കുന്ന 80ാമത്തെ പാട്ട്, സോങ് നമ്പർ 80. Song number 17, English song number 17, page number 72. What a friend we have in Jesus. What a friend we have in Jesus. All our sins and grief to bear. What a privilege to carry everything to God in prayer. Oh, everything broken. Oh, what did the same be here? Oh, because we do not carry everything to God in prayer. How victorious and temptation is never anywhere. We should never be discouraged.
ഭവനത്തിലുള്ള ശുശ്രൂഷ, ഭവനത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ്. ശുശ്രൂഷ നടക്കുന്നതായ സാഹചര്യത്തിൽ ഭൗതിക ശരീരം കാണുവാനോ അല്ലെങ്കിൽ റീത്ത് സമർപ്പിക്കുവാനോ സാധ്യമല്ല. ശുശ്രൂഷയ്ക്ക് ശേഷം കാണുവാനും റീത്ത് സമർപ്പിക്കുവാനുള്ള അവസരം ഉണ്ടായിരിക്കും. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ശുശ്രൂഷയിൽ ആയിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ആശ്വാസത്തിന്റെയും ഉറവിടമാകുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ ഭൂമിയിൽ ഞങ്ങളെ സൃഷ്ടിച്ചാക്കുന്നത് അങ്ങയാകുന്നുവല്ലോ മാതാവ്. ഞങ്ങളുടെ നാളുകളെ നിർണയിക്കുന്നത് അങ്ങയാകുന്നുവല്ലോ മാതാവ്. അങ്ങയ്ക്ക് ഞങ്ങളെക്കുറിച്ചുള്ളതായ ദൗത്യബോധം, ഞങ്ങളുടെ ഹിതം ഒക്കെ അറിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള പൂർത്തീകരണമൊക്കെ മനസ്സിലാക്കി അത് പൂർത്തീകരിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചു ചേർക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക നാഥ, കഴിഞ്ഞ 63 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, അങ്ങയുടെ അനുഗ്രഹീതമായ സാക്ഷ്യമുള്ള ജീവിതം നിർവഹിക്കുവാൻ പ്രിയമുള്ള അമ്മച്ചിയെ അങ്ങ് നിർവഹിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നൽകിയ ആയുസ് അങ്ങേക്ക് ഹിതപ്രകാരം ജീവിതത്തിലൂടെ അങ്ങേ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുന്ന ഒരു മാതാവായി ജീവിക്കുവാൻ അങ്ങ് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. നാഥ, പ്രിയമുള്ള മാതാവിന്റെ വേർപാട് ഞങ്ങളെ സംബന്ധിച്ച് വേദനാജനകമാണ്. എങ്കിലും ഞങ്ങളും ഒരു നാൾ മാറ്റപ്പെടേണ്ടവരാണെന്നുള്ള ബോധത്തോടുകൂടി ആയിരിക്കുവാൻ, മാറ്റപ്പെടുന്ന നാളിൽ പ്രിയമുള്ള മാതാവിനെ കാണാമെന്ന പ്രത്യാശയോടുകൂടി പ്രിയമുള്ള മാതാവിനെ യാത്ര ചെയ്യിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ദുഃഖത്തിലായിരിക്കുന്ന പ്രിയമുള്ള ഉപനങ്ങളെ ഓർക്കുന്നു, വീച്ചാനെ ഓർക്കുന്നു, കെൻസി ചേച്ചി ഓർക്കുന്നു, മക്കളെ ഇരുവരെയും ഓർക്കുന്നു. ബന്ധത്തിലായിരിക്കുന്ന എല്ലാവരും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് നടത്തപ്പെടുന്ന എല്ലാ ശുശ്രൂഷയും ഞങ്ങളുടെ തിരുസാന്നിധ്യം കാവലിൽ യാചരിക്കണം. ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രിയമുള്ള മാതാവിനെ സന്തോഷത്തോടും സമാധാനത്തോടും പ്രത്യാശയോടും കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് യാത്ര ചെയ്യിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ ഏഴാടിയങ്ങളെ ശക്തീകരിക്കണം, ബലപ്പെടുത്തുമാറാകണം. കൃപയാൽ നിറച്ചാത്ത് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു മശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പാട്ടുപുസ്തകത്തിലെ 71-ാമത്തെ പാട്ട് നമുക്ക് പാടാം. സോങ് നമ്പർ 71, ഒന്നുമില്ലായികയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു എന്ന് ആരംഭിക്കുന്ന 71-ാമത്തെ പാട്ട്, സോങ് നമ്പർ 71. നിന്നെ ഞാൻ സ്തുതിച്ചിടുവേ
കൺമണി പോലെ കാക്കുന്നു നീ നമ്മുടെ കയ്യിലിരിക്കുന്നതായ ശുശ്രൂഷ ക്രമത്തിൽ 76-ാമത്തെ പേജ് 76 പേജ് നമ്പർ 76. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. കൂരിന് താഴ്വഴിക്കൂടെ നടന്നാൽ ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ നല്ല പോർപ്പരുതി, ഞാൻ നിന്നെ പേർച്ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദിയിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ കൂടി കടന്നാൽ വെന്തു പോകുകയുമില്ല, അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. 130-ാം സങ്കീർത്തനം, Psalm 130. യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എന്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആർ നിലനിൽക്കും. എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എന്റെ ഉള്ളം കാത്തിരിക്കുന്നു. അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. ഉച്ചസിനായി കാത്തിരിക്കുന്നവരെക്കാൾ എന്റെ ഉള്ള യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇസ്രായേലെ, യഹോവയെ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട്. അവൻ ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഈ സമയത്ത് വേദഭാഗം വായിക്കുന്നതാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള ദൈവവചനം. തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച്
അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിന് മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കുകയും. പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. കരുണകളുടെ പിതാവും സകലാശ്വാസത്തിന്റെ ദൈവമായുള്ളവേ, പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ പിതാവേ, അവനിൽ വിശ്വസിക്കുന്നവരെല്ലാവരും മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന അവനിൽ വിശ്വസിക്കുന്നവരാരും എന്നേക്കുമായി മരിക്കുകയില്ലല്ലോ. അവനിൽ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുതെന്ന് നിന്റെ വിശുദ്ധ അപ്പോസ്തലനെ കൊണ്ട് ഞങ്ങൾക്ക് ഉപദേശിച്ചുവല്ലോ. നിന്റെ ജ്ഞാനത്തിലും സ്നേഹത്തിലും ഞങ്ങളുടെ ഈ മാതാവ് പാപവും പരീക്ഷമുള്ള ലോകത്തിൽ നിന്ന് വിളിക്കുവാൻ തിരുമനസ്സായിരിക്കൊണ്ട് ഞങ്ങൾ നിനക്ക് മനഃപൂർവമായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഈ ദാസിയുടെ വേർപാട് മൂലം ദുഃഖത്തിലായിരിക്കുന്ന മക്കളെ കടാക്ഷിച്ച് അവരെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോട് അപേക്ഷിക്കുന്നു. നിത്യപ്രത്യാശയുടെ ഉറവിടമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് നിന്റെ പ്രിയപുത്രനെ കുറിച്ച് പ്രദർശിപ്പിച്ചിരിക്കുന്ന നിന്റെ അതിശയകരമായ സ്നേഹത്തെ കുറിച്ചുള്ള ആഴമേറിയ ബോധം ഞങ്ങൾക്ക് നൽകണമേ. അവന്റെ മഹത്വമുള്ള പുനരുദ്ധാനത്താൽ സമ്പാദിതമായ ഭാഗ്യകരമായ പ്രത്യാശയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. സകലവും നന്നായി ചെയ്യുന്ന നിന്റെ ജ്ഞാനത്തിലും സ്നേഹത്തിലും ഉള്ള വിശ്വാസത്താൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നവൻ നീയാകുന്നു, ഞങ്ങളിൽ നിന്നു അവയെ എടുക്കുന്നവനും നീയാകുന്നു. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പൂർണ്ണഹൃദയത്തോടെ പറയുവാൻ നിന്റെ മക്കളെ സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള ദൈവമേ, മരണത്തിനും നിന്നിൽ നിന്നും നിന്റെ സ്നേഹത്തിൽ നിന്നും ആരെയും വേർപെടുത്തുവാൻ പാടില്ലാത്തതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ക്ഷയമോ മാലിന്യമോ വാട്ടമോ ഇല്ലാത്തതായി സ്വർഗത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന അവകാശത്തെ കുറിച്ച് ജീവനുള്ള പ്രത്യാശ നിന്റെ മക്കൾ ജനിപ്പിക്കണമേ. ഒരിക്കലും വേർപാടില്ലാത്ത ഞങ്ങളുടെ പിതാവിന്റെ ഭവനത്തിലേക്കുള്ള വാസ്തുവിലേക്ക് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങളുടെ സാക്ഷാൽ ഭവനമായ സ്വർഗീയ ഭവനത്തിൽ ഞങ്ങളെ വിട്ടുപോയ പ്രിയപ്പെട്ടവരോടുകൂടെ ഞങ്ങളെ ചേർക്കണമേ. നിന്റെ എല്ലാ വിശുദ്ധന്മാരോടുകൂടെ പാർക്കുവാനും പിതാവിനോട് പരിശുദ്ധാത്മാവിനോടും കൂടെ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്നവനായി ഞങ്ങളുടെ രക്ഷിതാവും രാജാവുമായ യേശുവേ, നിന്നോടുകൂടെ വാഴുവാനും നിങ്ങളിലേക്ക് തന്നെ ഞങ്ങളെ ചേർത്തുകൊള്ളണമെന്ന് ഞങ്ങൾ അങ്ങയോട് ഏറ്റവും വിനയമായി അപേക്ഷിക്കുന്നു. പ്രിയമുള്ള മാതാവിന്റെ അനുഗ്രഹീതമായ ജീവിതത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ 63 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സഭയ്ക്കും കുടുംബാംഗങ്ങൾക്കും ദേശത്തിലുള്ളവർക്ക് ഒരു മാതൃകാപരമായൊരു ജീവിതം പകർന്നു നൽകുവാൻ പ്രിയമുള്ള മാതാവിനെ ഇടയാക്കി. പ്രത്യേകിച്ച് പ്രിയമുള്ള മാതാവിന്റെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയമുള്ള ഉമ്മനങ്ങളെയും ബീച്ചാനെയും കെഞ്ചിച്ചേച്ചിയെയും മക്കളെ ഇരുവരെയും ബന്ധത്തിലായിരിക്കുന്ന എല്ലാവരെയും കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും സഭാവിശ്വാസികളെയും ഈ ദേശനിവാസികളെയും എല്ലാം നമുക്ക് ദൈവകാര്യങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് തുടർന്ന് നടത്തുവാനുള്ളതായ എല്ലാ ശുശ്രൂഷയും ഏറ്റവും അനുഗ്രഹമായി തീരുമാനം മാതാവിന്റെ ഭൗതിക ശരീരം ഏറ്റവും സന്തോഷത്തോടെ പ്രത്യാശയോടുകൂടി യാത്ര ചെയ്യുവാൻ നമ്മെ ഓരോരുത്തരെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ശുശ്രൂഷയ്ക്ക് നൽകുവാൻ വൈദികരെ എല്ലാവരെയും അങ്ങ് ശക്തീകരിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചില നിമിഷങ്ങൾ നമുക്ക് മൗനമായി മാതാവിന്റെ നല്ല ജീവിതത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയമുള്ളവരുടെയും വീച്ചാനെയും ക്രിസ്ത്യേറ്റിയും മക്കളെയും ദൈവകരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് തുടർന്നുള്ള ആശ്വാസവും കൃപയും നൽകുമാറാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആയിരിക്കാം. ചില നിമിഷങ്ങൾ മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, നിന്റെ വാഴ്ത്തപ്പെട്ട പുത്രനായ യേശു മശിഹ തന്റെ സ്നേഹിതനായ ലാസറിന്റെ കല്ലറക്കിങ്ങൾ കണ്ണുനീരൊഴുക്കിയല്ലോ. ഇപ്പോൾ ദുഃഖത്തിലും സങ്കടത്തിലും ഇരിക്കുന്നവരെ കൃപയോടെ കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ദിവ്യകരുണയാൽ അവരെ ആശ്വസിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് അറിയുവാൻ അവരെ സഹായിക്കണമേ. നിന്നെ ഹൃദയത്തിൽ ഉറപ്പായി ആശ്രയിക്കുവാൻ അവർക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ള എൻ്റെ മാമച്ചിയുടെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന ദൈവമരങ്ങൾ ഇൻസ്റ്റേറ്റ് ബീച്ചാൻ മക്കൾ ഇവിടെ കൂടി വന്നിരിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനവും ശക്തിയും ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. മരണത്തെക്കുറിച്ച് നാം ഓർക്കുമ്പോൾ മരണം നമ്മെ സംബന്ധിച്ച് വേദനാജനകമായ കാര്യം തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ നാളുകളിൽ പ്രിയമുള്ളവരിൽ നിന്ന് ലഭിച്ചതായ നല്ലത്, ആ സ്നേഹം, സാന്നിധ്യം ഒന്നും നമുക്ക് ലഭിക്കാതെ പോവുകയാണ്. ചില നിമിഷങ്ങളെങ്കിലും നാം ആലോചിക്കും, കഴിഞ്ഞ നാളിൽ പ്രിയമുള്ള മാതാവിൽ നിന്ന് ലഭിച്ചതായ സ്നേഹം, വാത്സല്യം, ഉപദേശങ്ങളൊന്നും കിട്ടാതെ വരുമ്പോൾ ഒരു പ്രയാസവും ഒക്കെ നമ്മുടെ മനസ്സുകളിലുമൊക്കെ ജീവിതങ്ങളിലുമൊക്കെ അലയടിക്കാം. എന്നാൽ നമ്മുടെയൊക്കെ പ്രത്യാശ എന്ന് പറയുന്നത് നാം ഒരു നാൾ മാറ്റപ്പെടുന്നതായ നാളിൽ പ്രിയമുള്ള മാതാവിനെ കാണാമെന്നുള്ള പ്രത്യാശയാണ്. ഞാൻ ഇന്നലെ വൈകിട്ടത്തെ പ്രാർത്ഥനയിൽ ഞാൻ സൂചിപ്പിച്ചു, മാതാവിനെ സംബന്ധിച്ച് നമുക്ക് ധൈര്യത്തോടു കൂടി പറയുവാൻ കഴിയും, നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം പ്രാപിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ലോകത്തായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം എപ്രകാരമെന്ന് ഒന്ന് നിർണയിക്കുവാൻ, ദൈവഹിതത്തിനനുസരിച്ച് ജീവിതത്തെ നയിക്കുവാൻ സാധ്യമായെങ്കിൽ മാത്രമേ നമുക്കും പറയുവാൻ കഴിയുകയുള്ളൂ, നല്ല പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന്. എങ്കിൽ മാത്രമേ നീതിയുടെ കിരീടം പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. എപ്പോൾ ഈ മാതാവിനെ കാണുവാൻ ഇടയായിട്ടുണ്ടോ അപ്പോഴെല്ലാം പ്രിയമുള്ള മാതാവിന്റെ മുഖത്ത് നിന്ന് ദർശിക്കുവാൻ കഴിഞ്ഞത് ഒരു പ്രത്യാശയുടെ, ആ സ്നേഹത്തിന്റെ ഒരു ഭാവമാണ്. രോഗത്തിൻ്റെതായാലും പ്രയാസത്തിന്റെ ആയാലും ആ സാഹചര്യത്തിൽ പോലും ആ ഒരു പ്രത്യാശയുടെ മുഖം കാണണമെങ്കിൽ ആ ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസവും പ്രത്യാശയും പ്രിയമുള്ള മാതാവിലുണ്ട് എന്ന് ഗ്രഹിക്കുവാനായിട്ട് സാധ്യമാണ്. പ്രത്യേകിച്ച് പ്രിയമുള്ള മാതാവ് ഇവിടുന്ന് നമ്മെ വിട്ട് കടന്നുപോയി. തുടർന്നുള്ള ആളുകളിൽ പ്രയാസവും പ്രതികൂലവും ഒക്കെ ഉണ്ടാകാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം നഷ്ടമായ ശിഷ്യന്മാർ അകന്ന് ഭയപ്പെട്ടു പോകുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. എന്നാൽ അവരെ തേടി വരുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അവരെ തിരിച്ച് വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ക്രിസ്തുവിനെ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, തകർന്നു പോകുവാനല്ല, എന്നെയും നിങ്ങളെയും തേടി വരുന്ന ക്രിസ്തു എന്നോടൊപ്പമുണ്ട് എന്ന് നമ്മുടെ ജീവിതയാത്രയിലുണ്ട് എന്നുള്ള പ്രത്യാശയോടുകൂടി, വിശ്വാസത്തിന്റെ ആഴങ്ങൾ നമ്മെ ധൈര്യപ്പെടുത്തുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ നാളുകളിൽ ജീവിക്കാൻ നമുക്ക് സാധ്യമായി തീരണം. മക്കളെക്കുറിച്ചും കൊച്ചുമക്കളെയോടും പറയുവാനായിട്ടുള്ളത്, പ്രിയമുള്ള മാതാവിൽ നിന്ന് ലഭിച്ചതായ നല്ല മാതൃകകൾ ജീവിതത്തിലൂടെ അനേകർക്ക് പകരുവാൻ കഴിയുമ്പോൾ നമ്മളിലൂടെ മാതാവ് വീണ്ടും ജീവിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. അതുകൊണ്ട് അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രിയമുള്ളവരെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്താൽ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും തലകളെ വണക്കാം. സ്വർഗസ്ഥ പിതാവേ, നീ ഞങ്ങൾക്ക് നൽകുന്ന സൃഷ്ടായുസ്സിനെ ധൈര്യത്തോടും ക്ഷമയോടും കഴിക്കുന്നതിനും പ്രത്യാശയില്ലാത്തവരെ പോലെ നിൽക്കാതിരിക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകളെയും നന്ദിയോടെ ഓർക്കുവാനും നിന്നുള്ള വിശ്വാസവും ഭയഭക്തിയോടും ഈ ആയുസ്സിനെ വിട്ടുപോയ പ്രിയപ്പെട്ടവരോടുകൂടെ ചെന്നു ചേരാമെന്നുള്ള പൂർണ്ണ നിശ്ചയത്തിൽ ഇരിക്കുവാനും ഇപ്പോൾ ദുഃഖത്തിലിരിക്കുന്ന നിന്റെ മക്കൾക്ക് വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും ആത്മാവിനെ നൽകണമെന്ന് യേശു മശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ.
ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, നിന്നിൽ വിശ്രമിക്കുവാൻ ഞങ്ങൾക്ക് മുമ്പായി കടന്നുപോയ നിന്റെ എല്ലാ മക്കളോടും നിനക്കുള്ള കരുണയ്ക്കായും കൃപയ്ക്കായും ഞങ്ങൾ നിന്റെ വലിയ നാമത്തെ പുകഴ്ത്തുന്നു. അവർ നടന്നതുപോലെ നിന്റെ മുമ്പാകെ നീതിയിലും വിശുദ്ധിയിലും നടന്ന് ത്യാഗപൂർവ്വം നിന്നെ സ്നേഹിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നന്ദിയുള്ള ഹൃദയങ്ങളെ തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. പ്രത്യാശയോടും ധൈര്യത്തോടും കൂടി കർത്താവ് തന്നെ വാത്സല്യ ശിഷ്യന്മാരെ പഠിപ്പിച്ചതായ പ്രാർത്ഥന നമുക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ എന്നാം വിശുദ്ധീകരിക്കപ്പെടുന്നത് നിന്റെ രാജ്യം നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടന്നും പാപം ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും കർത്താവ് ജീവനോടിരിക്കുന്നവർക്ക് അതിന്റെ കൃപയും നമ്മെ വിട്ട് കടന്നുപോയ വിശ്വാസികൾക്ക് സ്വസ്ഥതയും സഭയ്ക്കും ലോകത്തിനും സകല മനുഷ്യർക്കും സമാധാനവും ഐക്യവും നമുക്കും തന്നെ സകലദാസർക്ക് നിത്യജീവനും നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആമീൻ. ഭവനത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷ അവസാനിച്ചു. ഇപ്പോൾ ഭൗതിക ശരീരം പെട്ടിയിലേക്ക് മാറ്റുന്നതും തുടർന്ന് കാണുവാനുള്ളവർക്ക് കാണാവുന്നതും അന്തിമ ഉപചാരം അർപ്പിക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ അന്ത്യചുംബനം നൽകുവാനുള്ളവർക്ക് അന്ത്യചുംബനം നൽകാവുന്നതുമാണ്. കൃത്യം 2:30 തന്നെ ബാംഗ്ലൂർ ഈസ്റ്റ് പരേഡ് ചർച്ചിൽ വെച്ച് ദേവാലയത്തിലെ ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കേണ്ടതാണ്. കണ്ടവർക്ക് ഇപ്പോൾ മാതാവിനെ കാണുവാൻ സാധിക്കാത്തവർക്ക് ഈ സമയം കാണാവുന്നതാണ്. ഈ സമയത്ത് പാട്ടുപുസ്തകത്തിലെ 44-ാമത്തെ പാട്ട് നമുക്ക് പ്രത്യാശയോടുകൂടി നമുക്ക് പാടാം. സോങ് നമ്പർ 44 ശോഭയേറുന്നാളെന്നും ആരംഭിക്കുന്നു. 44-ാമത്തെ Jam
കുറച്ച് നിമിഷം എല്ലാവരും സഹകരിക്കുക. ബോഡി മൊബൈൽ മോർച്ചറിയിൽ നിന്ന് പെട്ടിയിലേക്ക് മാറ്റുവാനായിട്ട് ഒന്ന് സഹകരിക്കുക. അതിനുശേഷം വീണ്ടും കാണാവുന്നതും അന്തിമോപചാരം അർപ്പിക്കാവുന്നതും അന്ത്യചുംബനം നൽകാവുന്നതുമാണ്. ഒരു നിൽക്കും കുഴപ്പമില്ല. ഒത്തിരി ക്ഷയിക്കുക. ഓക്കെ ഓക്കെ ഈ സൈഡിൽ രാജനങ്ങളെ ചേർ മാറ്റി ചേർ മാറ്റി ഫാമിലിയിലുള്ളവരൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തെടുത്തു. ഓക്കെ സോറി. പൂക്കൾ അതിനകത്ത് സൈഡിലാ പൂക്കൾ വെക്കാൻ. പ്ലാസ്റ്റിക് മാത്രം, പ്ലാസ്റ്റിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ. സഹകരിക്കുക.
ഓരോരുത്തരായിട്ട് വന്ന് കണ്ട് ഫോട്ടോ എടുക്കാനുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ഒന്ന് ഫോട്ടോയ്ക്ക് വേണ്ടി നിൽക്കുക. ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഒന്ന് മുമ്പോട്ട് വരണം. ബാക്കിയുള്ളവരൊന്ന് സഹകരിക്കാം. ഇവര് തനിയൊന്ന് ഉമ്മനെങ്കിലും ചേച്ചിയും ബീച്ചാനും അപ്പോൾ ബാക്കിയുള്ളവർ പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് മാറി ബാക്കി എടുക്കേണ്ടവർ പുറകിലോട്ട് വന്നിട്ടാ മതി. ബാക്കി ഞാൻ ഫോട്ടോ എടുക്കുന്നവർ ഓരോ ബാക്കിൽ പെട്ടെന്നോട്ട് നിന്നാൽ ഫോട്ടോ എടുക്കാൻ മതി. ആരെയൊക്കെ വിളിക്കേണ്ടത് ഇവിടെ നിൽക്കുന്ന എല്ലാവരും പ്രിയമുള്ള മാതാവിൻ്റെ ഭൗതിക ശരീരം കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ള ഉമ്മനങ്ങളും വിച്ചാനും ചേച്ചിയും മക്കളും മാതാവിന് ചുമതല നൽകി യാത്ര അയക്കുവാനുള്ള സമയമാണ്. തുടർന്ന് ഭൗതിക ശരീരം ഈസ്പെരേഡ് ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതും പതിനാലെ കുറിച്ച് ശുശ്രൂഷ നടത്തപ്പെടുന്നു. ഫോട്ടോ എടുക്കേണ്ടവർ ഇതിന് മുമ്പായിട്ട് വേഗത്തിൽ തന്നെ ക്രമീകരിക്കും. ആരെങ്കിലും ഫോട്ടോ എടുക്കാനായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് സമയമില്ല. സമയം പെട്ടെന്ന് ഒന്നാലും സന്തോഷമായിരിക്കും. ആരെങ്കിലും ഫോട്ടോ എടുക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സഹകരിക്കുക. സമയം ട്രാഫിക് എല്ലാം ഉണ്ട്. ഫോട്ടോ ഇപ്പോൾ 44-ാമത്തെ പാട്ട് ഒന്നുകൂടി പാടുന്നതാണ്. ആ സമയത്ത് പ്രിയമുള്ള അന്ത്യചുംബനം നൽകി പ്രിയമുള്ള മാതാവിനെ യാത്ര അയക്കുന്നതാണ്. സോങ് നമ്പർ 44 ശോഭയേറും
ആ ടിഷ്യൂ करे वेदना से नीडो अंगियरिया तीरे तो वेदना से नीडो वाइता
ആശ്വസിപ്പിക്കുന്നു. ഞാൻ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള ദൈവവചനം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തേത് ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു.
സിംഹാസനത്തിൽ നിന്നും ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറിവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനും ആയിരിക്കും. ഇതാകുന്നു ദൈവവചനം. ദൈവമേ, നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. അനുശോചനം അറിയിക്കുന്നതിനും അറിയിത്ത് സമർപ്പിക്കുന്നതിനുമുള്ള സമയമാണ്. രാജാജി നഗർ ഏരിയ പ്രയർ, മല്ലേഷ്പാള ഏരിയ പ്രയർ ഗ്രൂപ്പിനെ സംബന്ധിച്ച് അവരെ പ്രതിനിധിയായി ശ്രീ ഉമ്മൻ പി ജോഷുവ അറിയിത്തെ സമർപ്പിച്ച് അനുശോചനം അറിയിക്കുന്നതാണ്. അതിനായിട്ട് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാര്, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, ഇവിടെ കൂടിയിരിക്കുന്ന സഭയിൽ നിന്നുള്ള മറ്റ് പ്രിയപ്പെട്ടവരെ, വേർപാട് എപ്പോഴും വേദനാജനകമാണ്. അത് ഏത് പ്രായത്തിൽ, ഇപ്പോൾ 90-95 വയസ്സുള്ള ഒരു പ്രായപ്പെട്ട മാതാവോ പിതാവോ നഷ്ടപ്പെട്ടാൽ പോലും വളരെ വേദനയും വളരെ പ്രയാസവും ബന്ധപ്പെട്ടവർക്കുണ്ടാകും എന്നത് സാധാരണയാണ്. അപ്പോൾ അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ ഒരു യങ് ഏജ് തന്നെ വരെ 60 വയസ്സ് 61 വയസ്സ് വരുന്നൊന്നും അത്ര വലിയ പ്രായമൊന്നുമല്ല. അപ്രതീക്ഷിതമായിട്ട് വേർപെടുമ്പോൾ ഉണ്ടാകുന്ന ഷോക്കും വേദനയും തീർച്ചയായിട്ടും വളരെ വലുതാണ്, നമുക്കൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതുമാണ്. പ്രിയ സഹോദരിയുടെ വേർപാട് ആ തരത്തിലുള്ളൊരു വേർപാടായിരുന്നു. കഴിഞ്ഞ ഡിസംബർ മാസത്തെ മല്ലേഷ്പാളയായുടെ സൂം മീറ്റിങ്ങിൽ പോലും പ്രിയപ്പെട്ട സഹോദരി കെൻസിയോടൊപ്പം നമ്മുടെ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്നു. അടുത്ത സമയത്ത് അവർ പറയുന്നതിനിടയായി, ഇപ്പോൾ ഓൺലൈനിലാണ് പ്രാർത്ഥനയും ആരാധനയൊക്കെ ഉള്ളത് എന്നതുകൊണ്ട് അവർ കുറച്ചാളായിട്ട് സുഖമില്ലാതിരിക്കുമായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇതിനൊക്കെ എനിക്ക് പങ്കെടുക്കുവാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി പറഞ്ഞു. അതിനുശേഷമാണ് ഈ ആഴ്ചത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല, കാര്യം പനിയായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ചൊവ്വാഴ്ച വേർപാടുണ്ടായത്. മല്ലേഷ്പാളിയ ഏരിയ പ്രയർ ഗ്രൂപ്പിനും ഈ സഭയ്ക്കും പ്രിയ സഹോദരി ചെയ്തതായ എല്ലാ സേവനങ്ങളെയും ഈ സമയത്ത് വളരെ നന്ദിയോടുകൂടി ദൈവസന്നിധിയിൽ ഓർക്കുകയാണ്. ദൈവത്തിൻ്റെ വേലയ്ക്കായി, ദൈവരാജ്യ നിർമ്മിതിക്കായി നാം ചെയ്യുന്ന ചെറിയൊരു പ്രവൃത്തി പോലും ദൈവം തമ്പുരാൻ കുറിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത് വലിയ പ്രചോദനാത്മകമായ ഒരു വസ്തുതയാണ്. ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളോട് മല്ലേഷ്പാളയ ഏരിയ പ്രയർ അംഗങ്ങൾക്കുള്ള ഖേദം, വ്യസനം അറിയിക്കട്ടെ. നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഈ ദിവസങ്ങളിൽ സർവശക്തനായ ദൈവം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന കൂട്ടായ്മയായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്നും നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കാം എന്ന വാഗ്ദാനവും നൽകുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്നതുകൊണ്ട് മരിച്ചവരെക്കുറിച്ച്, നിദ്ര പ്രാപിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരായിട്ടല്ല, മറിച്ച് പ്രത്യാശയോടുകൂടി വീണ്ടും നമുക്ക് ഈ പ്രിയപ്പെട്ടവരെ കാണാം എന്നുള്ളതായ
ആ വലിയ പ്രതീക്ഷയോടുകൂടി പ്രിയ സഹോദരിയെ നമുക്ക് യാത്രയാക്കാം. എല്ലാവരുടെയും ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. സർവശക്തനായ ദൈവം സകലവിധ ആശ്വാസങ്ങളാലും നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്ത്രീജന സഖ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സെക്രട്ടറി മിസസ് മേരി അജിത് റീത്ത് സമർപ്പിച്ച് അനുശോചനം അറിയിക്കും. One of the most difficult things to deal with life is the death of a family member, that too a mother. But we Christians have a blessed hope. Thanks to God who gave us his beloved Son to die for our sins, so we can rest assured that heaven awaits those who die in Christ. The sudden death of Mrs. Annama Uman Auntie is indeed came as a shock to us. I remember her as a very quiet spoken and a loving, caring person. Though with her sickness, she was unable to come to church for the past few years, so we as Women's Fellowship has visited her a number of times. I still remember her style, smile and the joy in seeing all of us. Though the last year due to pandemic, we could not visit her, but I was in touch with Kenzie and often inquired about her mother. Our deepest condolences to the family members, especially to Uman Uncle, Kenzie, Biju and grandchildren. May the Lord Almighty comfort and strengthen you all. On behalf of East Parade Women's Fellowship, I place this wreath with respect. സീനിയർ ക്രിസ്ത്യൻ ഫെലോഷിപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മിസ്റ്റർ ജോസ് തോമസ് റീത്ത് സമർപ്പിക്കും. ഉമ്മനങ്ങളും സഹോദരിയും നമ്മുടെ സീനിയർ ക്രിസ്ത്യൻ്റെ സജീവമായിട്ടുള്ള മെമ്പേഴ്സായിരുന്നു. പെട്ടെന്ന് ഉണ്ടായ അസുഖത്തിനും തുടർന്നുള്ള വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന ഉമ്മനങ്കളിനും മകൾക്കും ജീവനും കുടുംബത്തിനും പ്രിയപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങൾക്കും സഹോദരങ്ങൾക്കും സീനിയർ ക്രിസ്ത്യൻ്റെ നാമത്തിലുള്ള അനുശോചനം ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുശോചനയും അറിയിക്കുന്നു. സഹോദരിയോടുള്ള ബഹുമാനാർത്ഥം സീനിയറിൻ്റെ നാമത്തിൽ റീത്ത് ഞാൻ സമർപ്പിക്കുന്നു. ബാംഗ്ലൂർ ഈസ്റ്റ് മലയാളം പാസ്റ്ററേറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇടവകയുടെ സെക്രട്ടറി ആയിരിക്കുന്ന മിസ്റ്റർ പ്രേമൻ ഡി നൈനാൻ റീത്ത് സമർപ്പിച്ച് അനുശോചനം അറിയിക്കും. ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. മുകളിൽ നിന്നുള്ള ദിവ്യ സമാധാനത്താൽ കർത്താവായ ദൈവം കുടുംബത്തെ കരുതൽ
വേദനയിലുള്ള ഈ പ്രിയ ഭവനത്തോട് ഏറെ ബന്ധപ്പെട്ട് ജീവിച്ച ഒരു കുടുംബമാണ് മിസ്റ്റർ പി.ഒ. തോമസ് ആൻഡ് ഫാമിലി. ആ ഫാമിലിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മിസ്റ്റർ സനു തോമസ് ഈ സമയത്ത് അനുശോചനം അറിയിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല കുടുംബ പ്രതിനിധിയായി ആൻറ്റിക്കുള്ള അനുശോചനം അറിയിക്കുക എന്നതാണ്. നമ്മൾ ഒരു കുടുംബാംഗമാകുവാൻ രക്തബന്ധത്തിൻ്റെ ആവശ്യമില്ല. അതിലുപരി സ്നേഹബന്ധവും ആത്മബന്ധവുമാണ് നമ്മൾ ഓരോരുത്തരെയും ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളാക്കുന്നത്. ജീവിച്ച കാലം അത്രയും അത് വളരെ ഭംഗിയായി വഹിച്ച ആളാണ് ജെസ്സി ആൻറ്റി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഉമ്മനങ്ങളും കെൻസിയും എന്നോട് ഈ ഉത്തരവാദിത്തം പറഞ്ഞപ്പോൾ ഞാനത് പൂർണ്ണ മനസ്സോടെ ഏറ്റെടുത്ത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജെസ്സി ആൻറ്റി എന്ന ശ്രീമതി അന്നമ്മ 1957 ആണ്ടിൽ ഏപ്രിൽ മാസം 16 പരേതന തറശ്ശേരിൽ പുത്തൻ വീട്ടിൽ ശ്രീമാൻ ജോയിയുടെയും ശ്രീമതി മോളിയുടെയും 2 മക്കളിൽ മൂത്ത മകളായി ജനിച്ച് 1978 ആണ്ടിൽ ജൂലൈ മാസം 13 ശ്രീമാൻ ഉമ്മൻ പി സാമുവൽ പുത്തൻ വീട്ടിൽ കായംകുളം പ്രിയതമ്മയായി അങ്കിളിൻ്റെ കൈ പിടിച്ച് എലങ്ക എയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് പറിച്ചു നടുകയായിരുന്നു. മഹായിടവകയുടെ അംഗമായി അന്നു മുതൽ ജാനുവരി 13 6:30 മണി വരെ ആൻറ്റി ദൈവാലയത്തോടുള്ള ആ പ്രതിബദ്ധത, ദൈവത്തിലുള്ള ശക്തമായ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിച്ച ആളാണ്. ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിരമിച്ച് അങ്കിൾ കുറെ അധിക കാലം വിദേശത്തായിരുന്നു ജോലിച്ചത്. ആ സമയങ്ങളിലെല്ലാം ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും ചുമതല ഒരേ സമയം നിർവഹിച്ച് കെൻസിയെ പഠനകാര്യങ്ങളിലും കുടുംബകാര്യങ്ങളിലുമെല്ലാം ഒരു പാകപ്പിഴയും വരാതെ ജീവിതത്തിലെ എല്ലാ നല്ല മൂല്യങ്ങളും കൃത്യമായി അനുഷ്ഠിച്ച ആളാണ് ജെസ്സി ആൻറ്റി. കെൻസിക്ക് വിവാഹപ്രായമായപ്പോൾ എല്ലാം കൊണ്ടും അനുയോജ്യനായ ബിജു ജോസഫ് എന്ന ഒരു വരനെ കണ്ടെത്തുകയും വിവാഹം നടത്തി 2 കൊച്ചുമക്കളെ ദൈവഭയമുള്ള മക്കളായി വളർത്തി വഹിച്ച് ഓട്ടം തികച്ച് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ആൻറ്റിയെ പറ്റി പറയുമ്പോൾ ഒത്തിരി നല്ല ഓർമ്മകളുണ്ട് പങ്കുവയ്ക്കുവാൻ. നമ്മൾ ആര് തന്നെ ആ കുടുംബത്തിലേക്ക് കടന്നു ചെന്നാലും വളരെ പുഞ്ചിരിയോടുകൂടി നമ്മൾ ഓരോരുത്തരെയും സ്വീകരിക്കും. തമാശകളും ഏത് സമയമാണെങ്കിലും അതനുസരിച്ചുള്ള ഒരു നേരത്തെ ഭക്ഷണവും വളരെ സന്തോഷത്തോടു കൂടി ഒരാൾക്ക് പോലും കൊടുക്കാതെ മനസ്സും വയറും നിറപ്പിച്ച് മാത്രമേ ആ വീട്ടിൽ നിന്ന് ഇന്നുവരെ വിട്ടിട്ടുള്ളൂ. ഈ സമയത്ത് ആൻറ്റിയുടെ പെട്ടെന്നുള്ള വിയോഗത്തിൽ ദുഃഖാർത്തരായ ഉമ്മനങ്ങളും കെൻസിയും ബിജുവും കൊച്ചുമക്കളും പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ബന്ധുമിത്താദികളും സ്നേഹിതർക്കുമെല്ലാം അത് താങ്ങുവാനും ശക്തിയും ബലവും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ആൻറ്റിക്ക് ആദരാഞ്ജലി അർപ്പിക്കുവാൻ ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരോടുമുള്ള നന്ദി എൻ്റെ പേരിലും ഈ കുടുംബത്തിൻ്റെ പേരിലും സമർപ്പിക്കുന്നു. നമ്മിൽ നിന്ന് വാങ്ങി നിത്യതയിൽ പ്രവേശിച്ച പ്രിയപ്പെട്ട ജെസ്സിയുടെ ഒരു കസിൻ മിസ്റ്റർ സോണി മാമൻ ഈ സമയത്ത് അനുശോചനം അറിയിക്കുകയും അതോടൊപ്പം കുടുംബത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ്.
ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ഇവിടെ കൂടിയിരിക്കുന്ന ബന്ധുമിത്രാദികളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഭൂമിയിൽ ജെസ്സി ആൻറ്റി 63 വർഷത്തോളം ജീവിച്ചു. നമ്മളത് ഒരു ദിവസമായി കണക്കെടുക്കുവാണെങ്കിൽ ഏകദേശം 23,000 ഡേയ്സ്. അതിൽ ഒരു 35 ദിവസം ആ കുടുംബത്തോട് താമസിപ്പാനും ചെലവഴിപ്പാനും എനിക്ക് ഇടയായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു കരിയറിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ബാംഗ്ലൂരിലേക്ക് വരുവാൻ തീരുമാനിച്ചപ്പോൾ ഈ കുടുംബം എനിക്ക് താങ്ങും തണലുമായിട്ട് ഉണ്ടായിരുന്നു. എല്ലാം വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും, രക്തബന്ധം ഒരു സൈഡിൽ, അതിലുപരി സ്നേഹബന്ധം, അതാണ് ഏറ്റവും വലുതായിട്ട് എനിക്ക് ആ കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. എല്ലാ ദിവസവും എൻ്റെ കാര്യങ്ങൾ വളരെ ഭംഗിയായി നോക്കുകയും എനിക്ക് വേണ്ടിയ അഡ്വൈസുകൾ തരുകയും അങ്കിളിനോടും കെൻസിയോടും പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യിപ്പിക്കുകയും അങ്കിള് എനിക്ക് ഒരുപാട് ഉപദേശങ്ങളും സപ്പോർട്ടും, ഒരു കരിയറിൻ്റെ ഭാഗം ആയിരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ദുഃഖം ആ ഇനീഷ്യൽ സ്റ്റേജിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇറ്റ്സ് എ സ്ട്രഗിളിംഗ് പീരീഡ്. ആ സമയത്ത് എന്നെ താങ്ങും തണലുമായിട്ട് ഇന്ന് ഈ കുടുംബത്തോട് ഞാൻ ആദ്യമേ നന്ദി പറയും. എപ്പോഴും സന്തോഷത്തിൻ്റെയും തമാശയുടെയും ഒരു ബന്ധമായിരുന്നു അത്. ഇവിടെ നിന്ന് പലരും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെയും വീട്ടിൽ വരുന്നവരാകട്ടെ എല്ലാം സുഹൃത്തുക്കൾ ആണ് കൂടുതലും വന്നിട്ടുണ്ടായിരുന്നത്. അതാണ് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ബോണ്ടിങ്, അതവിടെ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഈ സമയത്ത് കുടുംബത്തോട് കിട്ടിയ ചെലവാക്കാൻ കഴിഞ്ഞതും സഹായം ചെയ്യാൻ പറ്റിയതിലും വളരെയധികം സന്തോഷം തോന്നി. അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. പലർക്കും അങ്ങനെയുള്ള ഒരു അവസരം കിട്ടാറില്ല. ഇത് ഞാൻ വളരെ ഭാഗ്യമായിട്ട് കാണുന്നു. അതോടൊപ്പം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലും സ്നേഹത്തിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഏറെ ബഹുമാന്യനായ ജോസഫ് സാമുവേലച്ചൻ, പ്രിയപ്പെട്ട ഡാർവിനച്ചൻ, ഈ പ്രിയ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, മറ്റ് പ്രിയ സഹവിശ്വാസികൾ, നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത സംഭവം എന്താണ് എന്ന് ചോദിച്ചാൽ സാധാരണ നാമൊക്കെ പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിനെ കുറിച്ചാണ്. ഏറ്റവും വേദനയുടെ അനുഭവം ഏതാണെന്ന് ചോദിച്ചാൽ പേരൻസിൻ്റെ വേർപാടാണ്. അതിൽ പൊതുവെ കണക്കാക്കപ്പെട്ടിട്ടുള്ളത് പിതാവിനേക്കാൾ മാതാവ് മാറ്റപ്പെടുമ്പോഴാണ് മക്കൾക്ക് കൂടുതൽ വേദന ഉണ്ടാകും. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കി നമ്മെ നാമാക്കി തീർത്തതായിട്ടുള്ള അമ്മ വേർപെട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വേദന കൂടുതലായിട്ടുണ്ട്. പ്രിയപ്പെട്ട ജെസ്സിയുടെ ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിച്ചാൽ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് നാട്ടിൽ പോകാനും നാട്ടിലുള്ള ഒട്ടുമുക്കാലും ബന്ധുമിത്രാദികളെയൊക്കെ കാണാനും ഒരു അവസരം ലഭിച്ചു എന്ന് പറയുന്നത് ദൈവം നൽകിയ വലിയൊരു ഭാഗ്യം. ഒരിടവേളയ്ക്ക് ശേഷം നാട്ടിൽ ചെന്ന് പ്രിയപ്പെട്ടവരെ, ബന്ധുമിത്രാദികളെ, ഭവനാംഗങ്ങളെയൊക്കെ കണ്ട് സന്തോഷിച്ച് മടങ്ങി വരാനായിട്ട് ദൈവം സഹായിച്ചു. അത് പലർക്കും ലഭിക്കാത്ത ഒരു വലിയ ഭാഗ്യമാണ്. പ്രിയപ്പെട്ട അങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 43 വർഷം
ഏറെ സന്തോഷകരമായ കുടുംബജീവൻ നയിക്കാനായിട്ട് ദൈവം അവസരം നൽകി. ചില നാളുകളിൽ ശാരീരികമായ ക്ഷീണതയായിരുന്നുവെങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച, വളരെ വിശ്വാസത്തോടുകൂടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ച ഒരു മാതാവായിരുന്നു ജെസ്സി. അതുകൊണ്ട് തന്നെ ഭൗതികമായിട്ടുള്ള ഈ വേർപാടിൽ നമുക്ക് ദുഃഖമുണ്ട്. ഉമ്മൻജോഷ് നമ്മൾ ഓർപ്പിച്ചതുപോലെ ഏത് പ്രായത്തിലാണെങ്കിലും നമുക്ക് ദുഃഖമുണ്ടെങ്കിലും ഈ ആത്മാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വേദനയ്ക്കും നമ്മുടെ ആ സങ്കടത്തിനുമൊക്കെ ഒരല്പം അയവ് ലഭിക്കും. കാരണം നമ്മുടെയും യാത്ര തീർന്ന് ദൈവം നമ്മളെ വിളിക്കുമ്പോൾ അവിടെ ചെന്ന് അവിടെ വെച്ച് ഈ മാതാവിനെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിലുടനീളം പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഓട്ടമോടി പൂർത്തീകരിച്ച ഒരാളാണ്. അതുകൊണ്ട് ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ അവസാന വാക്യത്തിൽ 12-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നീയോ ദാനിയേലെ പോയി വിശ്രമിക്കുക, അവസാനം നിന്റെ ഓഹരി ലഭിക്കാനായിട്ട് എഴുന്നേറ്റ് വരും. ജീവിതത്തിൽ സോണി പറഞ്ഞതുപോലെ പല തിരക്കുകളും ബത്തപ്പാടുകളും ക്ഷീണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ദൈവം പറഞ്ഞു 63 വയസ്സ് വരെ അധ്വാനിച്ചാൽ മതി, ഇനി പോയി വിശ്രമിക്കുക. കാലത്തികവിങ്കൽ ഓഹരി ലഭിക്കാനായിട്ട് എഴുന്നേറ്റ് വരുന്ന ഒരു സുദിനമുണ്ട്. അതിൻ്റെ പങ്കാളിയായിട്ടാണ് ഈ ആത്മാവ് ഇവിടം വിട്ടു പോകുന്നത് എന്നതിൽ സംശയമൊന്നുമില്ല. ഇനി കാണാമെന്നുള്ള ക്രിസ്തീയ പ്രത്യാശയെ ജീവിപ്പാൻ കുടുംബാംഗങ്ങളെ ദൈവം ഒരുക്കട്ടെ. പ്രിയപ്പെട്ട അങ്കിളിനും അതുപോലെ കെൻസിക്കും ബിജുവിനും മക്കൾക്കും മറ്റു കുടുംബാംഗങ്ങൾക്കെല്ലാവർക്കും ദൈവം സകല ബുദ്ധിയും കഴിയുന്ന ശാശ്വതമായുള്ള സമാധാനം നൽകി അവരുടെ ഹൃദയത്തെ തണുപ്പിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കുടുംബമായിട്ടുള്ള ഞങ്ങളുടെ അനുശോചനം വേദനയിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിച്ച് ശക്തീകരിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷക്കായിട്ട് നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. മശിഹായേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമാഹാരം തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ കർത്താവ് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. കർത്താവേ, അടിയനായ വിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ. ജീവനോരാരുദ്രസന്നിധിയിൽ നീതിമാനാകുന്നവരുടെ മരണം യഹോവയ്ക്ക് വിലവരുതാകുന്നു. നീതിമാന്മാർ എന്നേക്കും ജീവിക്കും. അവരുടെ പ്രതിഫലവും കർത്താവിന്റെ പക്കലാകുന്നു. നീതിമാന്മാരുടെ ആത്മാക്കൾ ദൈവത്തിന്റെ കയ്യിലാകുന്നു. യാതൊരു പേടിയും അവരെ ബാധിക്കില്ല. മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതേ തങ്ങളുടെ ബന്ധങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. ഞാൻ ജീവനോരുടെ ദേശത്തെ ഭൂവിടം ഭാവി നടക്കും. നിന്റെ സന്നിധിയിൽ സന്തോഷപരിപൂർണതയും നിന്റെ വലത്തുഭാഗത്തു നിന്നും പ്രമോദങ്ങളുമുണ്ട്. ഭാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളിയും തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. ശക്തിയുള്ള ദൈവമേ, കർത്താവിലൂടെ വിട്ടുപോകുന്നവരുടെ ആത്മാക്കൾ അങ്ങയോടുകൂടെ വസിക്കുകയും വിശ്വാസികളുടെ ആത്മാക്കൾ ശരീരത്തിന്റെ ഭാരത്തിൽ നീക്കപ്പെട്ടതിന്റെ ശേഷം അങ്ങയോടുകൂടെ ആനന്ദത്തിലും ഭാഗ്യത്തിലും ഇരിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളുടെ ഈ മാതാവിനെ പാപലോകത്തിലെ അരിഷ്ടതകളിൽ നിന്ന് വിടുവിക്കുവാൻ നിനക്ക് ഇഷ്ടം തോന്നിയിരിക്കുകൊണ്ട് ഞങ്ങൾ അങ്ങയ്ക്ക് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തിലുള്ള സത്യവിശ്വാസത്തിൽ മരിച്ചവരോടെല്ലാവരോടും കൂടെ ഞങ്ങൾ ആത്മാവിലും ശരീരത്തിലും നിന്റെ എന്നേക്കുമുള്ള നിത്യമൗത്വത്തിൽ സർവസമ്പൂർണതയും മോക്ഷവും അനുഭവിക്കേണ്ടതിന് അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്നവരുടെ സംഖ്യയെ ശീഘ്രം തികച്ച് അങ്ങയുടെ രാജ്യം വേഗം വരുത്തുവാൻ അങ്ങയുടെ കരുണ കൊണ്ട്, കരുണയുള്ള നന്മ കൊണ്ട് ഇഷ്ടം തോന്നണമെന്ന്
ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള ദൈവമേ, പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ പിതാവേ, അവനിൽ വിശ്വസിക്കുന്നവരെല്ലാവരും മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന അവനിൽ വിശ്വസിക്കുന്നവരാരും എന്നേക്കുമായി മരിക്കില്ലല്ലോ. അവനിൽ ഉറങ്ങുന്നവരെ കുറിച്ച് പ്രത്യാശയില്ലാത്ത മനുഷ്യരെ പോലെ ദുഃഖിക്കരുതെന്ന് അവൻ തന്റെ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ട് ഞങ്ങൾക്ക് ഉപദേശിച്ചുവല്ലോ. പിതാവേ, ഞങ്ങൾ ഈ ആയുസ്സിനെ വിട്ടു പോകുമ്പോൾ ഞങ്ങളുടെ ഈ മാതാവ് അനുഭവിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ആശയുള്ള പ്രകാരം കർത്താവിൽ ഞങ്ങൾ സ്വസ്ഥത അനുഭവിക്കുമാറാകേണ്ടതിനും അന്ത്യദിവസത്തിലെ പൊതുവിലുള്ള പുനരുത്ഥാനത്തിങ്കൽ ഞങ്ങൾ നിന്റെ മുമ്പാകെ പ്രിയമുള്ളവരായി കാണപ്പെടുമാറാകേണ്ടതിനും അന്ന് നിന്റെ ഇഷ്ടപുത്രൻ നിന്നെ സ്നേഹിച്ച് ഭയപ്പെട്ടവരോടെല്ലാവരോടും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വേദങ്ങളെ വരുവീൻ, ലോകാരംഭം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ അരുളി ചെയ്യുന്ന അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കുമാറാകേണ്ടതിനും പാപമരണത്തിൽ നിന്നും നീതിയുടെ ജീവങ്കിലേക്ക് ഞങ്ങൾ ഉയർപ്പിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ മധ്യസ്ഥനും രക്ഷിതാവുമായ യേശു മിശിഹാ മൂലം ഇതിനെ നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്ത മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു. വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകും. അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. യഹോവയുടെ ദയോ എന്നുവന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. നിത്യനും അമർത്യനുമായിരിക്കുന്ന അദർശനായിരിക്കുന്ന രാജാവായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകജ്ഞാനിയായ ദൈവത്തിന് ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നിങ്ങളെ അനുദിനം ധൈര്യപ്പെടുത്തി ജീവിത അവസാനം വരെ ക്രിസ്തുവിന്റെ വിശ്വസ്ത സാക്ഷികളായിരിക്കുവാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുകയാണ്. അടുത്ത ഒരു പാട്ട് പാടുന്ന സമയത്ത് താമസിച്ചു വന്നവർക്ക് കാണാനായിട്ടുള്ള അവസരമാണ്. പാട്ട് പാടുമ്പോൾ നിങ്ങൾക്ക് മുൻപോട്ട് വന്ന് ഭൗതിക ശരീരം ദർശിച്ച് മടങ്ങിപ്പോകാവുന്നത്ര. നിന്നോട് ദൈവമേ ഞാൻ ചേരട്ടെ എന്നുള്ള പാട്ട് നമുക്ക് ചേർന്ന് പാടാം. കീർത്തനത്തിൽ 248 പാട്ട്, സോങ് നമ്പർ 48.
Nanga Kumbaruna. ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെട്ടു. ഇനി ഭൗതിക ശരീരം സെമിത്തേരിലേക്ക് എടുക്കുന്നുണ്ട്. ധൃതി പിടിക്കല്ല പ്ലീസ്. അതൊക്കെ പോയാൽ മതി. ധൃതി പിടിക്കല്ല. ബാക്ക് സൈഡ് ശ്രദ്ധിക്കണേ, കുഴിയുണ്ട്. സ്ത്രീ പ്രസവിച്ച മനുഷ്യനെ ജീവിച്ചിരിപ്പാനുള്ള കാലം അല്പവും മരിച്ചത് കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുമാകുന്നു. അവൻ പോലെ ഉണ്ടായി കൊഴിഞ്ഞു പോകുന്നു, ഒരു നിഴൽ പോലെ ഓടിപ്പോകുന്നു, ഒരു സ്ഥിതിയിൽ തന്നെ നിൽക്കുന്നതുമില്ല. ജീവനോടിരിക്കുമ്പോൾ ഞങ്ങൾ മരണത്തിലിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ന്യായമായി കോപിച്ചിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ നിന്നിൽ നിന്നല്ലാതെ പിന്നെ ആരിൽ നിന്ന് സഹായം അന്വേഷിക്കേണ്ടു?
എങ്കിലും മഹാപരിശുദ്ധതയുമാകുന്ന കർത്താവേ, മഹാശക്തിയുള്ള കർത്താവേ, പരിശുദ്ധതയും മഹാകരുണയുള്ള രക്ഷിതാവേ, നിത്യമരണത്തിന്റെ കൈപ്പായ വേദനയിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കരുതേ. കർത്താവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളുടെ രഹസ്യങ്ങളെ അറിയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിന്റെ കരുണയുള്ള ചെവി അടച്ചു കളയരുതേ. എന്നാൽ ഞങ്ങളോട് കനിവുണ്ടാകണമേ. മഹാപരിശുദ്ധനായ കർത്താവേ, മഹാശക്തിയുള്ള ദൈവമേ, പരിശുദ്ധതയും കരുണയുമുള്ള രക്ഷിതാവേ, മഹായോഗിനും നിത്യനുമായ വിധി കർത്താവേ, ഞങ്ങളുടെ അന്ത്യനാഴികയിൽ ഞങ്ങൾ യാതൊരു മരണവേദന കൊണ്ടും നിങ്ങൾ നിന്നും പിരിഞ്ഞു പോകുവാൻ സമ്മതിക്കരുതേ. ഈ പ്രിയപ്പെട്ട മാതാവിൻ്റെ ഭൗതിക ശരീരം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയുള്ള വിശ്രമത്തിനായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ കല്ലറ ശുദ്ധീകരിച്ച് എന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോടെ എത്താം. ശവക്കല്ലറയിലെ വിശ്രമത്താൽ ശവക്കുഴിയെ തന്നെ ജനങ്ങൾക്ക് പ്രത്യാശയുടെ കിടക്കയായി ശുദ്ധീകരിച്ച കർത്താവായി യേശു ക്രിസ്തുവേ, പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്ന നിന്നെ ഈ ദാസി സ്വസ്ഥത അനുഭവിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രകാരം ഈ ശവക്കുഴി നിന്റെ ദാസിയുടെ ശരീരത്തിന് ഒരു വിശ്രമസ്ഥലമായി തീരുവാൻ കൃപയല്ലേണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. മുഖം മോദിക്കപ്പെട്ട സൈഡിലത് കൂടെ പിടിച്ചിട്ട് സൈഡിൽ തുണിയുണ്ട്, അതല്ല അല്ല സൈഡിൽ ബോഡിയുടെ സൈഡിൽ. ആ അതെ അതെ കറക്റ്റ്. അതേപോലെ ഈ സൈഡിൽ കുഴപ്പമില്ല, വിട്ടോ. പ്ലാസ്റ്റിക് ഇല്ലല്ലോ, പ്ലാസ്റ്റിക് ഇല്ലെങ്കിൽ സാരേ. അവർ ചെയ്തോളും, വിട്ടേക്കും. അത് പിന്നെ അവർ ഇടും. നമുക്ക് പ്രാർത്ഥിക്കാം. ദാസ്യമായ നമ്മുടെ ഈ ദാസിയുടെ ആത്മാവിനെ തൻ്റെ അടുക്കലേക്ക് കൈക്കൊള്ളുവാൻ സർവശക്തിയുള്ള ദൈവത്തിന് തൻ്റെ മഹാകരുണ കൊണ്ട് ഇഷ്ടം തോന്നിയിരിക്കാൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുടെ ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോടനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു മശിഹ മൂലം നിത്യജീവങ്കിലേക്ക് ഉയർത്തെന്നേൽക്കുമെന്നുള്ള നിശ്ചയവും ഉറപ്പുമുള്ള പ്രത്യാശയോടുകൂടെ ഈ ദാസിയുടെ ശരീരത്തെ മണ്ണിന് മണ്ണായി, ചാരത്തിന് ചാരമായി, പൂഴിക്ക് പൂഴിയായി ഭൂമിക്ക് ഏൽപ്പിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത് എഴുതുക. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു എന്ന് ആത്മാവ് പറയുന്നു. നമുക്ക് ഒരുമിച്ച് നമ്മുടെ വിശ്വാസത്തെ ഉറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായുള്ള ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായി ഏകകർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വപിതാവിനെ ജനിപ്പിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശവും പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിപ്പിക്കപ്പെട്ടവൻ, ഉണ്ടാക്കപ്പെട്ടവനെല്ലാം പിതാവിനോട് ഏകത്വമുള്ളവൻ. അവനാൽ സർവ്വമുണ്ടായി. ആത്മരക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കരുമെല്ലാം മനുഷ്യനായി തീർന്നു.
ക്രൂശിക്കപ്പെട്ടു, അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു, തിരുവെട്ടുപ്രകാരം സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ മഹത്വത്തോടെ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനും വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകന്മാരെ കൊണ്ട് പറയുന്നതിനുമായി പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അനുസരിക്കുന്നു. മറ്റൊരു കാലത്തിനും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. സർവശക്തനായ ദൈവമേ, നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മശിഹായുടെ ജ്ഞാനശരീരത്തിൽ ഏകമായ സംസർഗത്തിലും കൂട്ടായ്മയിലും നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. നിന്നെ മായം കൂടാതെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിട്ടുള്ള പറഞ്ഞു തീരാത്ത ആനന്ദങ്ങളിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾ സകല സുഹൃതവും ദൈവഭക്തിയുമുള്ള നടപ്പിൽ നിന്റെ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധന്മാരെ അനുഗമിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു മശിഹാ മൂലം കൃപ നൽകണമേ. പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സാന്നിധ്യവും ദിവ്യവേര നടത്തിപ്പും കാവലും സകല ബുദ്ധിയും കവിയുന്ന ദിവ്യ സമാധാനവും വേർപാടിന്റെ ദുഃഖത്തിലുള്ള എല്ലാ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. 127-ാമത്തെ കീർത്തനത്തിന്റെ ആദ്യത്തെ ചരണം നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ആലാശേമിച്ചു അവസാന സമയത്തേക്ക് വന്നിരിക്കുകയാണ്. വേർപാടിൻ്റെ ദുഃഖത്തിലുള്ള കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ദൈവം ശാശ്വതമായുള്ള സമാധാനം നൽകട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത നിങ്ങളുടെ എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അങ്ങയുടെ ആത്മാവോടുകൂടിയും സമാധാനത്തോടുകൂടെ നമുക്ക് പോകാം. കർത്താവിന്റെ നാമത്തിൽ ഫ്രണ്ടിലോട്ട് நீங்க கொடுங்க வேணாங்க ஹெல்ப் பண்ணுங்க மேல வாங்க கயிறு கொடுங்க.